നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. ത്യാഗത്തിന്റെ സ്മരണകൾ ഉയർത്തി ഇന്ന് ബലി പെരുന്നാൾ. മനുഷ്യത്വത്തിന്റെ ഓർമ്മപ്പെടുത്തലുമായി പെരുന്നാൾ ആഘോഷ നിറവിൽ വിശ്വാസികൾ. വിവിധ പള്ളികളിൽ പെരുന്നാൾ നമസ്കാരത്തിനൊപ്പം പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യവും പ്രത്യേക പ്രാർത്ഥനകളും. പ്രാർത്ഥനാ ചടങ്ങുകളിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കുചേർന്നു. ഓരോ പെരുന്നാൾ ദിനങ്ങളും ഓർമ്മപ്പെടുത്തുന്നത് പരസ്പര വിദ്വേഷവും വെറുപ്പും വെടിയാനെന്ന് ഖത്തീബ് സൈദലവി അൻവരി. പുതിയ മദ്യനയത്തിൽ എൻഫോഴ്സ്മെന്റ് വിഭാഗം ശക്തിപ്പെടുത്താനും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനും മുൻഗണന നൽകുമെന്ന് മന്ത്രി MB രാജേഷ്. വാളയാർ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ പുതിയ കണ്ടെയ്നർ മോഡ്യൂളിന്റെ ഉദ്ഘാടനം നടന്നു. പുതിയ ചെക്ക് പോസ്റ്റ് അതിർത്തി കടന്നുള്ള ലഹരിക്കടത്ത് തടയാൻ സഹായകമാകുമെന്നും മന്ത്രി. വാഹന പരിശോധനയ്ക്കിടെ SIയെ കാറിടിച്ചു വീഴ്ത്തിയ സംഭവത്തിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. പിടിയിലായത് കാറോടിച്ചിരുന്ന മുഖ്യപ്രതി അലന്റെ സുഹൃത്ത് ഒറ്റപ്പാലം സ്വദേശി അജീഷ്. അജീഷിനെ തൃത്താല പോലീസ് അറസ്റ്റ് ചെയ്തത് തൃശൂരിൽ നിന്നും. അജീഷിനെ കസ്റ്റഡിയിലെടുത്തത് കഴിഞ്ഞ ദിവസം പിടിയിലായ മുഖ്യപ്രതി അലന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ. കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയാണ് വാഹനം ഇടിപ്പിച്ചതെന്ന് പോലീസ് FIR. വാർത്തകൾ വിശദമായി. മനുഷ്യത്വത്തിന്റെ ഓർമ്മപ്പെടുത്തലുമായി ഇന്ന് ബലി പെരുന്നാൾ. ദൈവത്തിന്റെ ആജ്ഞയനുസരിച്ച് സ്വന്തം മകനെ പോലും ബലി നൽകാൻ മടിക്കാതിരുന്ന ഇബ്രാഹിം പ്രവാചകന്റെയും പത്നി ഹാജറയുടെയും ആത്മസമർപ്പണ സ്മരണയിലാണ് മുസ്ലിം സമൂഹം ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. ത്യാഗത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും ഓർമ്മ പുതുക്കുന്ന ബലിപെരുന്നാളിന്റെ ഭാഗമായി പള്ളികളിലെ പെരുന്നാൾ നമസ്കാരത്തിനു ശേഷം പരസ്പരം ആശംസകൾ അറിയിച്ചാണ് വിശ്വാസികൾ സന്തോഷം പങ്കുവയ്ക്കുന്നത്. ചെറുതുരുത്തി പൈങ്കുളം റോഡ് 1-ാം മൈൽ നുസ്രത്തുൽ ഇസ്ലാം മസ്ജിദിൽ ബലിപെരുന്നാൾ നിസ്കാരം നടന്നു. പള്ളി ഖത്തീബ് അബ്ദുറഹ്മാൻ അസ്ഹരി പെരുന്നാൾ സന്ദേശം നൽകി. നമ്മുടെ രാജ്യം അത് സന്തോഷത്തിൻ്റെതാണ്, അത് സമാധാനത്തിൻ്റെതാണ്, അത് പരസ്പരം സഹകരണത്തിന്റെയും ഒരുമിച്ച് പാർക്കേണ്ടവരുമാണ് നമ്മൾ ഈ ഭൂമിയിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിൽ. ഇവിടെയുള്ള മുൻഗാമികൾ മുഴുവനും അതാണ് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ഏത് മതത്തിലെ ആളുകളെ ഗുരുക്കന്മാരെടുത്തു നോക്കിയാലും അവർ കൈമാറി തന്ന സന്ദേശം അതാണ്. മഹാനായ ശ്രീനാരായണ ഗുരു അദ്ദേഹം നമ്മെ ഓർമ്മപ്പെടുത്തിയ ഒരു വഴികളെങ്കിലും നമുക്ക് കേൾക്കാൻ സാധിക്കുമല്ലോ. പള്ളി മുക്രി അഷ്റഫ് ഉസ്താദ് സുബഹി നമസ്കാരത്തിന് ബാങ്ക് വിളിച്ചതോടെയാണ് ബലിപെരുന്നാൾ നിസ്കാര ചടങ്ങുകൾക്ക് തുടക്കമായത്. നൂറുകണക്കിന് വിശ്വാസികളാണ് പെരുന്നാൾ നിസ്കാരത്തിന് പങ്കുചേർന്നത്. പള്ളി ഖത്തീബ് അബ്ദുറഹ്മാൻ അസ്ഹരി ചെറിയ പെരുന്നാൾ നിസ്കാരത്തിന് നേതൃത്വം നൽകി. ഹക്കീം സഖാഫി ഉസ്താദ് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. ശ്രീനാരായണ ഗുരു പറഞ്ഞതുപോലെ ജാതിമത ഭേദമന്യേ എല്ലാവർക്കും സൗഹൃദം പങ്കിട്ട് ജീവിക്കാൻ സാധിക്കണമെന്ന് പെരുന്നാൾ സന്ദേശത്തിൽ പള്ളി ഖത്തീബ് അബ്ദുറഹ്മാൻ അസ്ഹരി പറഞ്ഞു. പ്രാർത്ഥനയ്ക്കു ശേഷം ചടങ്ങിൽ പങ്കെടുത്തവർക്ക് മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തു. പള്ളി പ്രസിഡന്റ് KM മുഹമ്മദ്, ജനറൽ സെക്രട്ടറി അബ്ദുൽ ഖാദർ ഹാജി, ട്രഷറർ അബൂബക്കർ സിദ്ദീഖ്, മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തുടങ്ങിയവർ ബലിപെരുന്നാൾ ആഘോഷ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വലിയ പെരുന്നാളിന്റെ ഭാഗമായി പട്ടാമ്പിയിലും വിവിധ മേഖലകളിലും പെരുന്നാൾ നമസ്കാരം നടന്നു. വിവിധ പള്ളികളിലും ഈദ്ഗാഹുകളിലുമായി നമസ്കാരത്തിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. വലിയ പെരുന്നാളിന്റെ ഭാഗമായി പട്ടാമ്പി മേഖലയിലെ പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരം നടന്നു. രാവിലെ 8:30 പട്ടാമ്പി വലിയ ജുമാ മസ്ജിദിൽ പെരുന്നാൾ നമസ്കാരം. സയ്യിദലവി ഫൈസി പെരുന്നാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകി. അതിനെ സഹിക്കാനും പിന്നെ മുന്നോട്ട് പോകാനും നമുക്കൊരു ആഫിയത്തുള്ള അല്ലെങ്കിൽ നല്ല മനക്കരുത്ത് അള്ളാഹു നൽകണം. അതിനു വേണ്ടി ഒരു ഒരുക്കമാണ് ബലിപെരുന്നാൾ വരുമ്പോൾ. നമ്മൾ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് അതല്ലെങ്കിൽ കുറച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഭക്ഷിച്ച് ഉറങ്ങിപ്പോകുന്നതിനേക്കാൾ നമ്മൾ ഓർക്കണം ഇങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ മുൻഗാമികളിൽ ഉണ്ടായത്. നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ബലിപെരുന്നാളിന്റെ ഭാഗമായി മേലെ പട്ടാമ്പി സലഫി മസ്ജിദിൽ രാവിലെ 7-ന് നമസ്കാരം നടന്നു. നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. TK നിഷാദ് സലഫി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. വലിയ സംഭാവനകൾ അർപ്പിച്ച മഹാനായ ഒരു പണ്ഡിതനായിരുന്നു. കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റായിരുന്നു അദ്ദേഹം. കേരളത്തിൽ അന്ന് നിലനിന്നിരുന്ന ഏറെക്കുറെ എല്ലാ
ജാമിയകളുടെയും ജാമിഅ നദവിയ സലഫിയ മദീനത്തുൽ പോലെയുള്ള അറബി കോളേജുകളുടെയും പ്രിൻസിപ്പളായി അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. അദ്ദേഹം നല്ലൊരു അക്കാദമീഷ്യനായിരുന്നു. പെരുന്നാളിൻ്റെ ഭാഗമായി പട്ടാമ്പി ടൗൺ ഈദ്ഗാഹ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രാവിലെ 7:15 പട്ടാമ്പി MES സ്കൂൾ ഗ്രൗണ്ടിൽ ഈദ്ഗാഹ് നടന്നു. ഡോക്ടർ P. അബ്ദുൽ സലഫി നേതൃത്വം നൽകി. വിശ്വമാനവികതയും സാഹോദര്യവുമാണ് ബലിപ്പെരുന്നാളും ഹജ്ജും ലോകത്തിന് നൽകുന്ന പ്രധാന സന്ദേശമെന്ന് അദ്ദേഹം പറഞ്ഞു. നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഹജ്ജ് കർമ്മം നമ്മോട് വിളിച്ചു പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ്. ഒന്ന്, മനുഷ്യരെല്ലാവരും സഹോദരന്മാരാണ് എന്നുള്ള ഏറ്റവും അതിമഹത്തായ ഒരു സമത്വത്തിൻ്റെ സന്ദേശമാണ് ഹജ്ജ് നമ്മോട് വിളംബരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സാഹോദര്യത്തിൻ്റെ മറ്റൊരു സന്ദേശമാണ് ഹജ്ജ് നമ്മോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പട്ടാമ്പി ടൗൺ ജുമാ മസ്ജിദിൽ രാവിലെ 8:30 പെരുന്നാൾ നമസ്കാരം നടന്നു. മാനു മുസ്ലിയാർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. ചേലക്കരയിൽ മക്കൾക്ക് പെരുന്നാൾ സമ്മാനം നൽകാനായി എത്തിയ പിതാവിന് മർദ്ദനം. ചേലക്കര നാട്ടിൻചിറ സൂപ്പിപ്പടി കുണ്ടപ്പാടം വീട്ടിൽ സുലൈമാനെയാണ് ഭാര്യാപിതാവും മാതാവും ചേർന്ന് മർദ്ദിച്ചത്. ഞായറാഴ്ച വൈകിട്ട് പെരുന്നാൾ ആഘോഷത്തിന് മുന്നോടിയായി മക്കൾക്കുള്ള പുത്തൻ വസ്ത്രങ്ങളുമായി സുലൈമാൻ ഭാര്യ വീട്ടിലെത്തിയപ്പോൾ നടന്ന വാക്കുതർക്കമാണ് സംഭവത്തിന് ഇടയാക്കിയത്. ഇതിനെ തുടർന്ന് ഭാര്യാപിതാവും ഭാര്യാമാതാവും ചേർന്ന് വലിയ വടികൊണ്ട് ക്രൂരമായി സുലൈമാനെ മർദ്ദിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ സുലൈമാനെ സമീപത്തുള്ള സർക്കാർ ആശുപത്രിയിലും പിന്നീട് മുളങ്ങുന്നത്തുകാവ് മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു. സുലൈമാനെ മർദ്ദിക്കുന്ന CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ചേലക്കര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ഭാര്യയുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് 4 മാസത്തോളമായി സുലൈമാൻ തനിച്ചാണ് താമസിച്ചു വരുന്നത്. ഞാൻ ഒരു 4 മാസമായിട്ട് എൻ്റെ വീട്ടിൽ നിന്നും അകന്ന് താമസിക്കുന്നത്. ഭാര്യയായിട്ടുള്ള വലിയൊരു പ്രശ്നമായിരുന്നു. അത് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് 2-3 വട്ടം കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ആ വീട്ടിലേക്ക് പോകാറില്ല. അപ്പോൾ 4 മാസത്തോളമായിട്ട് വീടായിട്ട് യാതൊരു ബന്ധമില്ല. മകളെ കാണാനൊക്കെ സ്കൂളിലേക്കും മദ്രസയിലേക്കും പോയിട്ടാണ് കാണാറ്. ഇപ്പോൾ പെരുന്നാളായിട്ട് മകൾക്ക് ഡ്രസ്സും മറ്റുള്ള ബേക്കറി സാധനമായിട്ട് ഞാൻ ഇന്നലെ ഒരു 4:30 വീട്ടിലേക്ക് എന്നെ പോയി, ബൈക്കായിട്ട് പോയി. അപ്പോൾ എൻ്റെ ബൈക്കിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ വൈഫും മോളും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പറഞ്ഞു, ചൂടായിട്ടൊന്നുമില്ല. അത് കൊടുത്തിട്ട് പോരണം എന്നുള്ളതല്ല, അല്ല വീടിൻ്റെ ഉള്ളിലേക്ക് കയറണമെന്ന് എനിക്ക് താല്പര്യം ഉണ്ടാകുന്നില്ല. മോൾക്ക് ഡ്രസ്സ് കൊടുക്കണം, വീടിൻ്റെ ഉള്ളിലേക്ക് കയറണം ഉണ്ടാകുന്നില്ല. അപ്പോൾ ഡോർക്ക് തുറന്നാലാണ് കുട്ടിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അവളുടെ ഉമ്മാൻ്റെ വീട്, ഉമ്മയും ബാപ്പയും താമസിക്കുന്നത് തൊട്ടടുത്ത് തന്നെയാണ്. അവളുടെ ഉമ്മാനെ വിളിച്ചു വരുത്തി. അത് ഞാൻ കണ്ടില്ല, ഫോണിലൂടെ വിളിച്ചു വരുത്തി ഞാൻ കണ്ടില്ല. ഞാൻ മോളോട് സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് അവളുടെ ഉമ്മ ബാക്കിലൂടെ വന്നിട്ട് മുള വഴി കൊണ്ട് നിൻ്റെ തലയ്ക്ക് ഇവിടെ ഒറ്റയടിയായിരുന്നു. ആ അടി കിട്ടിയാക്കി ഓർമ്മ ഉണ്ടത്. ഞാൻ തിരിഞ്ഞു നോക്കി, എനിക്ക് പെട്ടെന്നൊരു കണ്ണു ചിമ്മണ പോലെ ഒരു മങ്ങൽ വന്നു. അപ്പോൾ അതിന് മോള് ഒരുപാട് കരഞ്ഞു. അപ്പോൾ ഞാൻ എന്നിട്ട് തിരിഞ്ഞത് മുളപൊടി പിടിച്ച് വലിക്കാൻ നോക്കുമ്പോൾ വൈഫ് ബാക്കിലൂടെ ഡോർ തുറന്നു വന്നിട്ട് ഇവർ രണ്ടാളും കൂടി എന്നെ തല്ലി. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. പുതിയ മദ്യനയത്തിൽ എൻഫോഴ്സ്മെന്റ് വിഭാഗം ശക്തിപ്പെടുത്താനും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനും മുൻഗണന നൽകുമെന്ന് എക്സൈസ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ്. വാളയാർ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ പുതിയ കണ്ടെയ്നർ മോഡ്യൂളിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പുതിയ ചെക്ക് പോസ്റ്റ് അതിർത്തി കടന്നുള്ള ലഹരിക്കടത്ത് തടയാൻ സഹായകമാവും. സിന്തറ്റിക് ലഹരി ഉൾപ്പെടെ കേരളത്തിലേക്ക് എത്തുന്നത് അതിർത്തിക്ക് അപ്പുറത്ത് നിന്നാണ്. അതിർത്തി കടന്ന് ഇവയെ നേരിടാൻ കേരള എക്സൈസിന് നിയമപ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അയൽ സംസ്ഥാനങ്ങളുമായി സഹകരിച്ച് മികച്ച പ്രവർത്തനമാണ് എക്സൈസും എൻഫോഴ്സ്മെന്റ് വിഭാഗവും നടത്തുന്നത്. ഇത്തരത്തിൽ എക്സൈസ് എടുക്കുന്ന കേസുകൾ ഇതിന് തെളിവാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞു. ലഹരി കടത്ത് തടയുന്നതിന് സഹായകരമായിട്ടുള്ള ഒരു സംവിധാനമായിരിക്കും. എൻഫോഴ്സ്മെന്റിന് കൂടുതൽ ഊന്നൽ കൊടുക്കണം എന്ന് തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം ലഹരി വിരുദ്ധ പ്രചരണത്തിനും ഈ വർഷം കൂടുതൽ പ്രാധാന്യമുണ്ടാവും. വലിയ മാതൃക നാം ഇന്ത്യയിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. ജനങ്ങളെയാകെ അണിനിരത്തിക്കൊണ്ടുള്ള ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ
ഒരു വലിയ മാതൃക സൃഷ്ടിച്ചിട്ടുണ്ട്. സെൻട്രൽ സോൺ ജോയിന്റ് എക്സൈസ് കമ്മീഷണർ എൻ അശോക് കുമാർ അധ്യക്ഷനായി. പാലക്കാട് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ വി റോബർട്ട്, സർക്കിൾ ഇൻസ്പെക്ടർമാരായ MF സുരേഷ്, A ജിജി പോൾ, G പ്രശാന്ത്, സംഘടനാ നേതാക്കളായ R മോഹൻകുമാർ, TB ഉഷ, N സന്തോഷ്, K ജഗ്ജിത്ത്, VR സുനിൽകുമാർ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ട്രഷറിയിൽ സമർപ്പിച്ച കരാറുകാരുടെ മുഴുവൻ ബില്ലുകളും മാറി നൽകാൻ സർക്കാർ അടിയന്തര നടപടിയെടുക്കണമെന്ന് കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. മുണ്ടൂർ TNS ഹാളിൽ നടന്ന ജില്ലാ കൺവെൻഷൻ CPM പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം PM ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു. പക്ഷെ നമ്മുടെ ആളുകളുടെ ബോധ്യം എന്തൊരു മഹത്തായ കാര്യം എന്നാണ്. അതാണല്ലോ പാട്ട് അങ്ങനെ എന്ത് നല്ല തീണ്ടലാണ് തമ്പുരാന്റെ തീണ്ടൽ. അതുപോലെയാണ് ഇങ്ങനെ സാമൂഹ്യ വിരുദ്ധമായി ഒരു നാടിനെ കുട്ടിച്ചോറാക്കാൻ നമ്മുടെ കയ്യിൽ നിന്ന് പിരിച്ച നികുതി പണം പോലും തരാത്തവന്റെ കാല് നക്കണ ഒരു സമീപനം നമ്മുടെ നാട്ടിൽ ഉണ്ടായി. എല്ലാവരും അങ്ങനെയാണോ? അല്ലാതെ എന്താ പറയുക, നിങ്ങളുടെ പണം തരില്ല, നിങ്ങൾ നികുതി പിരിച്ച പൈസ തരില്ല, നിങ്ങളെ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല. എന്നിട്ട് കുറെ ആളുകൾ അതിന്റെ കാലിൽ കീഴിൽ പോയി നിന്നിട്ട് പറയാണ് അത്ഭുതകരമായ നേട്ടം. കൺവെൻഷനിൽ NA നാരായണൻകുട്ടി അധ്യക്ഷനായി. ചടങ്ങിൽ സംഘടനയുടെ അംഗമായ മരണമടഞ്ഞ പറളി KV കൃഷ്ണന്റെ കുടുംബത്തിനുള്ള 5 ലക്ഷം രൂപയുടെ ധനസഹായം PA ഗോകുൽദാസ് കുടുംബത്തിന് കൈമാറി. പരിപാടിയിൽ വെച്ച് SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ജില്ലാ പ്രസിഡന്റ് M ശ്രീധരൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. മുണ്ടൂർ ലോക്കൽ സെക്രട്ടറി OC ശിവൻ, ജില്ലാ സെക്രട്ടറി D ഗോപിദാസ്, സുരേഷ് മുണ്ടൂർ, ജയപ്രസാദ്, M വിശ്വനാഥൻ, MV പുഷ്പാകരൻ, S ശിവപ്രസാദ്, A ശശി, K കണ്ണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. തൃത്താലയിൽ SIയെ വാഹനമിടിപ്പിച്ച കേസ്. മുഖ്യപ്രതിയുടെ സുഹൃത്തായ ഒറ്റപ്പാലം സ്വദേശി പിടിയിൽ. ഒറ്റപ്പാലം സ്വദേശി അജീഷിനെയാണ് തൃശ്ശൂരിൽ നിന്നും തൃത്താല പോലീസ് അറസ്റ്റ് ചെയ്തത്. വാഹനമോടിച്ചിരുന്ന ഞാങ്ങാട്ടിരി നായിക്കത്തുപറമ്പിൽ അലനെ ഞായറാഴ്ച പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയാണ് വാഹനമിടിപ്പിച്ചതെന്ന് FIRൽ പറയുന്നു. കാറിലിരുന്ന് മദ്യപിക്കുകയായിരുന്നെന്ന് പ്രതികളുടെ മൊഴിയുണ്ട്. പിടിക്കപ്പെടാതിരിക്കാനാണ് കാറുമായി വെട്ടിച്ചു കടന്നത്. പോലീസ് അവിടേക്ക് എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും ഇവർ പറഞ്ഞു. തൃത്താലയിൽ വെച്ച് വാഹന പരിശോധനയ്ക്കിടെയാണ് SIയെ ഇടിച്ചു വീഴ്ത്തിയത്. തൃത്താല സ്റ്റേഷനിലെ SI ശശികുമാറിനെയാണ് വാഹനമിടിച്ചത്. സംഭവത്തിൽ വാഹനമുടമ ഞാങ്ങാട്ടിരി സ്വദേശി അഭിലാഷിനെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ജോലി തടസ്സപ്പെടുത്തിയതിനും കൊലപാതക ശ്രമത്തിനും പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു. ശനിയാഴ്ച അർദ്ധരാത്രിയോടെയായിരുന്നു സംഭവം. തൃത്താല CIയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം വാഹന പരിശോധന നടത്തുകയായിരുന്നു. ഇതിനിടയിലാണ് വെള്ളിയാങ്കലിൽ സംശയാസ്പദമായ ഒരു കാർ നിർത്തിയിട്ടിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. പോലീസിനെ കണ്ടതും വാഹനത്തിലുണ്ടായിരുന്നവർ വെട്ടിച്ച് കടക്കാൻ ശ്രമിച്ചു. കൈ കാണിച്ചെങ്കിലും വാഹനം നിർത്താതെ മുന്നോട്ടു പോയി. SIയെ ഇടിച്ചു വീഴ്ത്തി. SIയെ മനഃപൂർവ്വം വാഹനം ഇടിക്കുകയായിരുന്നുവെന്ന് തൃത്താല CI വ്യക്തമാക്കിയിരുന്നു. തുടർന്ന് വാഹനത്തിന്റെ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ക്രഷർ ഉടമ അഭിലാഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇയാളുടെ 19-കാരനായ മകൻ അലനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് അപകട സമയത്ത് കൂടെ ഉണ്ടായിരുന്നത് സുഹൃത്തായ ഒറ്റപ്പാലം സ്വദേശി അജീഷാണെന്ന് അലൻ മൊഴി നൽകിയത്. തുടർന്നുള്ള അന്വേഷണത്തിനൊടുവിലാണ് അജീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. യാത്രക്കിടെ ബസ് യാത്രക്കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കോതമംഗലം പഴമ്പിളിച്ചാൽ കാവാട് വീട്ടിൽ 53 വയസ്സുള്ള ബിനുവിനെയാണ് ഉടുപ്പിയിൽ നിന്നും അങ്കമാലിയിലേക്ക് സർവീസ് നടത്തുന്ന ബസ്സിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തിങ്കളാഴ്ച രാവിലെ 6 മണിയോടെ ബസ് പുതുക്കാട് എത്തിയപ്പോഴാണ് ബിനുവിന് അനക്കമില്ലാത്തത് മറ്റു യാത്രക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സ്ഥിരീകരിച്ചു. മംഗലാപുരത്ത് ജോലി ചെയ്യുകയായിരുന്ന ബിനു വീട്ടിലേക്ക് വരുമ്പോഴായിരുന്നു സംഭവം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മണ്ണൂർ പത്രിപ്പാല മേഖലയിലെ പള്ളികളിൽ ബലിപെരുന്നാൾ നമസ്കാരം നടന്നു. 100 കണക്കിന് വിശ്വാസികൾ പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കുചേർന്നു. മണ്ണൂർ കൊട്ടക്കുന്ന് ജുമ്മാ മസ്ജിദിൽ കൃത്യം 8 മണിക്ക് തന്നെ നമസ്കാരത്തിന് തുടക്കമായി. പരസ്പരം വിദ്വേഷവും വെറുപ്പും വെടിഞ്ഞ് നല്ല മനുഷ്യരായി ജീവിക്കണമെന്ന് പ്രഭാഷണത്തിന് നേതൃത്വം നൽകിയ ഖത്തീബ് സൈദലവി അൻവരി പറഞ്ഞു. പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യവും പ്രത്യേക പ്രാർത്ഥനയും നടന്നു.
കുട്ടികളടക്കം 100 കണക്കിന് ആളുകളാണ് നമസ്കാരത്തിൽ പങ്കെടുത്തത്. സെയ്ദലവി അൻവരി നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പാലക്കാട് മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥികൾ നടത്തിവന്ന അനിശ്ചിതകാല വിദ്യാർത്ഥി സമരം താത്കാലികമായി നിർത്തിവെച്ചു. ആരോഗ്യവകുപ്പിൽ നിന്ന് ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ അധ്യാപക നിയമനം നടത്താൻ ഉത്തരവിട്ടതിനെ തുടർന്നാണ് സമരം താൽക്കാലികമായി നിർത്തിവെച്ചത്. മെഡിക്കൽ കോളേജിൽ സ്ഥിരം അധ്യാപകരെ നിയമിക്കുക, ഭൗതിക സാങ്കേതിക സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വിദ്യാർത്ഥി ഐക്യവേദിയും SFIയും ഒരാഴ്ച മുൻപ് അനിശ്ചിതകാല സമരം ആരംഭിച്ചത്. മന്ത്രി രാധാകൃഷ്ണൻ സമരക്കാരുമായി ചർച്ച നടത്തിയെങ്കിലും വിദ്യാർത്ഥികൾക്ക് ഉറപ്പ് നൽകാനായില്ല. ഇതിനു പുറമെ VK ശ്രീകണ്ഠൻ MP സമരക്കാർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് സമരപ്പന്തലിലെത്തി. സമരം തീർക്കാൻ സർക്കാർ ഇടപെടണമെന്നാവശ്യപ്പെട്ട് MP മുഖ്യമന്ത്രിക്ക് കത്തു നൽകി. IMA, RMP, വെൽഫെയർ പാർട്ടി തുടങ്ങിയവരും സമരത്തിന് പിന്തുണ നൽകി. PTIയുടെ പിന്തുണയും സമരത്തിന് ലഭിച്ചു. ആരോഗ്യവകുപ്പിന്റെ ഉദാസീനതയും പോരായ്മയും വീണ്ടും സജീവ ചർച്ചയാവുമെന്ന് വന്നതോടെയാണ് ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ അധ്യാപകരെ നിയമിക്കാൻ സർക്കാർ ഉത്തരവിട്ടത്. ആവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിച്ചില്ലെങ്കിൽ സമരം ആരംഭിക്കാനാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പട്ടാമ്പിക്കടുത്ത് മുതുതല പഞ്ചായത്തിലെ പുതിയ ഗേറ്റ് തറ റോഡിന്റെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് UDF പ്രതിഷേധവുമായി രംഗത്തെത്തി. UDF മുതുതല പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുത്തിയിരിപ്പ് സമരവും സംഘടിപ്പിച്ചു. മുതുതല പഞ്ചായത്തിലെ പുതിയ ഗേറ്റ് തറ റോഡ് തകർച്ച നേരിട്ട് ഏതാനും വർഷങ്ങളായി. നിരവധി യാത്രക്കാർ ആശ്രയിക്കുന്ന പ്രധാന റോഡാണിത്. കുഴികൾ രൂപപ്പെട്ടതിനെ തുടർന്ന് പാതയിലൂടെയുള്ള യാത്ര ഏറെ ദുരിതത്തിലാണിപ്പോൾ. പലതവണ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാത്തതിനെ തുടർന്നാണ് UDF പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. റോഡ് നന്നാക്കാത്തതിനെതിരെയും സർക്കാരിനെതിരെയും രൂക്ഷ വിമർശനമുയർന്നു. റോഡിന്റെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് UDF മുതുതല പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതിയ ഗേറ്റിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് PT മുഹമ്മദ് മാസ്റ്റർ സമരം ഉദ്ഘാടനം ചെയ്തു. വേണ്ടിയിട്ടുള്ള മുറവിളി നമ്മൾ കൂട്ടൽ തുടങ്ങിയിട്ടുണ്ട്. പഞ്ചായത്തിനോട് പറഞ്ഞാൽ പറയും, MLAയോട് പറയാം, MLAയോട് പറഞ്ഞാൽ പറയും നിങ്ങൾ ബ്ലോക്ക് മെമ്പറോടൊന്ന് പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ ഇട്ട് കളിപ്പിക്കൽ തുടങ്ങിയിട്ട് വർഷങ്ങൾ കുറേയായി. ആരോട് പറയണമെന്ന് ഇവരാർക്കും അറിയാതെ ഇവിടുത്തെ ജനങ്ങളാകെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് ഈ ഒരു റോഡ് മാത്രമല്ല, മുതുതല പഞ്ചായത്തിൻ്റെ മൊത്തം ഭരണ രീതി തന്നെ നമുക്കറിയാവുന്നതാണ്. ഒന്നിനും കാശില്ല എന്ന് പറഞ്ഞ് ഇവിടെ യാതൊരു പുരോഗതിയും ഒരു പ്രവർത്തനവും നടക്കാതെ എന്തൊക്കെയോ ജനങ്ങളുടെ മുമ്പിൽ ലഭ്യം പറയുമ്പോൾ അല്ല ചില കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോവുകയാണ് ഇവിടുത്തെ ഭരണസമിതി. നമ്മൾക്ക് പറയാനുള്ളത്, ജനങ്ങൾക്ക് ആര് ഭരിച്ചാലും ജനങ്ങൾക്ക് നേരം പോലെ നടക്കണമല്ലോ റൂട്ടിൽ കൂടെ. നേരം പോലെ നമുക്കറിയാം, ടാക്സ് കൊടുക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ. വാഹനങ്ങൾക്ക് കൃത്യമായി ടാക്സ് കൊടുത്തില്ലെങ്കിൽ ഉടനെ RTO. KPCC മെമ്പർ റിയാസ് മുക്കോളി മുഖ്യപ്രഭാഷണം നടത്തി. സെയ്ദലവി അധ്യക്ഷനായി. മുതുതല മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സന്തോഷ്, KM മുഹമ്മദ്, TP ഷഹീർ, യാവൂട്ടി, മാനു, വനജ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. യാത്രക്കാരൻ ബസ്സിൽ കുഴഞ്ഞു വീണു. അവസരോചിത ഇടപെടലിലൂടെ പൊതുജീവിതത്തിലേക്ക് ബസ് ഓടിച്ചു കയറി മാതൃകയായി ബസ് ജീവനക്കാർ. പാലക്കാട് വളാഞ്ചേരി റൂട്ടിലോടുന്ന നിന്നു സ്റ്റാർ ബസ്സിൽ കുഴഞ്ഞു വീണ വാണിംകുളം സ്വദേശി 23-കാരൻ മണികണ്ഠനാണ് ബസ് ജീവനക്കാരുടെ അവസരോചിത ഇടപെടലിൽ പുതുജീവനേകിയത്. ഞായറാഴ്ച വൈകിട്ട് 4 മണിയോടെ പട്ടാമ്പിയിൽ നിന്നുമാണ് വാണിംകുളം സ്വദേശിയായ മണികണ്ഠൻ ബസ്സിൽ കയറുന്നത്. പാലക്കാട്ടേക്ക് പോകുകയായിരുന്ന ബസ് മേലെ പട്ടാമ്പിയിൽ എത്തിയപ്പോൾ മണികണ്ഠന് ചെറുതായി ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു. പിന്നീട് കുഴപ്പമില്ലെന്ന് പറയുകയായിരുന്നു. ഓങ്ങല്ലൂർ എത്തിയപ്പോൾ മണികണ്ഠൻ ബസ്സിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. 10-ൽ കൂടുതൽ സ്റ്റോപ്പ് ഒഴിവാക്കി വേഗത്തിൽ രോഗിയെ വാണിംകുളം PK ദാസ് ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിന്റെ മുന്നിലേക്ക് ബസ് ഹോൺ മുഴക്കി വേഗത്തിലെത്തിയപ്പോൾ ആശുപത്രി ജീവനക്കാർ അമ്പരന്നു. പിന്നീട് വിവരം അറിയിച്ച ഉടനെ രോഗിയെ ബസ്സിൽ നിന്ന് ഇറക്കി ചികിത്സ നൽകുകയായിരുന്നു. കാലതാമസം കൂടാതെ രോഗിയെ എത്തിച്ച് ചികിത്സ നൽകാൻ കഴിഞ്ഞതിനാൽ ജീവൻ രക്ഷിക്കാനായി. ഇപ്പോൾ രോഗി സുഖമായിരിക്കുന്നതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. ഓങ്ങല്ലൂർ മുതലുള്ള സ്റ്റോപ്പിൽ ഇറക്കേണ്ട യാത്രക്കാരെ പിന്നീട് വാണിംകുളത്താണ് ഇറക്കിവിട്ടത്. കനിവിന്റെ കണികകൾ കൈമുതലായ ബസ് തൊഴിലാളികളെ ആശുപത്രി അധികൃതരും ബസ്സിലെ മറ്റു യാത്രക്കാരും അഭിനന്ദിച്ചു. ബസ് ജീവനക്കാരായ ഡ്രൈവർ ചാത്തന്നൂർ സ്വദേശി AB മനാഫ്, കണ്ടക്ടർ പട്ടാമ്പി സ്വദേശി C അലിമോൻ, മാനേജർ JV അഭിനവ് എന്നിവരുടെ ഇടപെടലിലാണ് മണികണ്ഠന് പുതുജീവൻ തിരിച്ചു കിട്ടിയത്. വൈകുന്നേരം തിരക്കുള്ള സമയമായതിനാൽ കളക്ഷൻ കൂടുതൽ കിട്ടുമായിരുന്നെങ്കിലും പണത്തിനപ്പുറം മനുഷ്യജീവനാണ് തങ്ങൾ വില നൽകിയതെന്ന് ബസ് ജീവനക്കാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം.
മണ്ണൂർ പെരടിക്കുന്ന് ദീപം സാധുജന പരിപാലന സമിതിയുടെ നേതൃത്വത്തിൽ അനുമോദന സദസ്സ് നടത്തി. പരിപാടി കോട്ടായി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ കൃഷ്ണലീല ഉദ്ഘാടനം ചെയ്തു. സഹായിക്കാം എന്ന് പറഞ്ഞ് ആ ഒരാളെ കോഴ്സ് ചെയ്യാൻ സഹായിക്കുമ്പോൾ അതാണ് ജീവിതത്തിന്റെ പ്ലസ്. അപ്പൊ വ്യത്യാസം മനസ്സിലാവുണ്ടോ? അപ്പൊ നിങ്ങൾ കൈവരിച്ചതെല്ലാം തീർച്ചയായും നമുക്ക് അഭിമാനമുള്ളതാണ്. അതിന്റെ കൂടെ മക്കളെ ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രായത്തിൽ ചെയ്യാൻ തുടങ്ങുന്നത് പോലെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. ചടങ്ങിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. 50ഓളം വിദ്യാർത്ഥികൾക്ക് പഠനോപകരണവും വിതരണം ചെയ്തു. പരിപാടിയിൽ രക്ഷാധികാരി കെ ബാലകൃഷ്ണൻ അധ്യക്ഷനായി. റിട്ടയർഡ് എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ VR വിജയകുമാർ മുഖ്യാതിഥിയായി. സുരേഷ്, AP ഉണ്ണികൃഷ്ണൻ, V രവീന്ദ്രൻ, N ഗംഗാധരൻ, പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ വീണ്ടും. ത്യാഗത്തിന്റെ സ്മരണകൾ ഉയർത്തി ഇന്ന് ബലിപെരുന്നാൾ. മനുഷ്യത്വത്തിന്റെ ഓർമ്മപ്പെടുത്തലുമായി പെരുന്നാൾ ആഘോഷ നിറവിൽ വിശ്വാസികൾ. വിവിധ പള്ളികളിൽ പെരുന്നാൾ നമസ്കാരത്തിനൊപ്പം പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യവും പ്രത്യേക പ്രാർത്ഥനകളും. പ്രാർത്ഥനാ ചടങ്ങുകളിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കുചേർന്നു. ഓരോ പെരുന്നാൾ ദിനങ്ങളും ഓർമ്മപ്പെടുത്തുന്നത് പരസ്പര വിദ്വേഷവും വെറുപ്പും വെടിയാനെന്ന് ഖത്തീബ് സൈദലവി അൻവരി. പുതിയ മദ്യനയത്തിൽ എൻഫോഴ്സ്മെന്റ് വിഭാഗം ശക്തിപ്പെടുത്താനും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനും മുൻഗണന നൽകുമെന്ന് മന്ത്രി MB രാജേഷ്. വാളയാർ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ പുതിയ കണ്ടെയ്നർ മോഡ്യൂളിന്റെ ഉദ്ഘാടനം നടന്നു. പുതിയ ചെക്ക് പോസ്റ്റ് അതിർത്തി കടന്നുള്ള ലഹരിക്കടത്ത് തടയാൻ സഹായകമാകുമെന്നും മന്ത്രി. വാഹന പരിശോധനയ്ക്കിടെ SIയെ കാറിടിച്ചു വീഴ്ത്തിയ സംഭവത്തിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. പിടിയിലായത് കാറോടിച്ചിരുന്ന മുഖ്യപ്രതി അലന്റെ സുഹൃത്ത് ഒറ്റപ്പാലം സ്വദേശി അജീഷ്. അജീഷിനെ തൃത്താല പോലീസ് അറസ്റ്റ് ചെയ്തത് തൃശൂരിൽ നിന്നും. അജീഷിനെ കസ്റ്റഡിയിലെടുത്തത് കഴിഞ്ഞ ദിവസം പിടിയിലായ മുഖ്യപ്രതി അലന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ. കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയാണ് വാഹനമിടിപ്പിച്ചതെന്ന് പോലീസ് FIR. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.